വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 10 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദർ അവനെറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുകയും അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു. വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ഫരിസേയര്, യഹൂദര് യേശുവിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ രസകരമാണ്. യേശു പറയുന്നത് എന്താണ്? ഞാൻ ദൈവപുത്രനാണ്, ഞാൻ അവനിലും അവൻ എന്നിലുമുണ്ട്. ഇത് ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് ദൈവം അങ്ങ് അകലെയിരിക്കുന്ന ഒരാളാണ്. അവിടെയാണ് യേശു പറയുന്നത്, ഞാൻ അവനിലും അവൻ എന്നിലുമുണ്ട്. യേശു അവരുടെ മുമ്പിലേക്ക് വയ്ക്കുന്നൊരു ദൈവം മനുഷ്യന്റെ ദുഃഖങ്ങളിൽ അവനോടൊപ്പം കരയുന്ന ഒരു ദൈവമാണ്. മനുഷ്യന്റെ സന്തോഷങ്ങളിൽ അവനോടൊപ്പം സന്തോഷിക്കുന്ന ഒരു ദൈവമാണ്. അവൻ്റെ ആകുലതകളിലും വേദനകളിലും അവൻ്റെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും കടന്നു വരുന്ന ഒരു ദൈവമാണ്. അവനോടൊപ്പമായിരിക്കുന്ന, അവനിലായിരിക്കുന്ന ഒരു ദൈവമാണ്. അത് മനസ്സിലാക്കാനായിട്ട് യഹൂദർക്ക് സാധിക്കില്ല, ഫരിസേയർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ പറ്റി, ഞാൻ ആ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്ന യേശുവിനെ ദൈവദൂഷണം പറയുന്നവൻ എന്നവർ കുറ്റപ്പെടുത്തുന്നത്. യേശു അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. യേശു യഹൂദരെ, ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ് ആ ദൈവത്തെ പോലെയാകാനായി. ചുറ്റുമുള്ളവൻ്റെ വേദനകളിൽ കരയുന്ന, അവൻ്റെ സന്തോഷങ്ങളിൽ സന്തോഷം പങ്കിടുന്ന, അവൻ്റെ വേദനകൾ മാറ്റാനായിട്ട് പരിശ്രമിക്കുന്ന, അവൻ്റെ ഉത്കണ്ഠകൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവത്തെ പോലെയാകാനായി യേശു നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. മനുഷ്യനോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു യഹൂദ പാരമ്പര്യം അവിടെ നിൽക്കട്ടെ. ആധുനിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക ചിന്താധാരയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള കുറേയേറെ ചിന്തകർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ദൈവമായി മാറണം, ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കണം. ദൈവമായി മാറാൻ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ദൈവത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അവർ പറയുന്നതാണ്, മതം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം മനുഷ്യനെ അടിമയാക്കുന്ന ദൈവമാണ്. അവൻ്റെ കഴിവുകളെ ഇല്ലായ്മ ചെയ്യുന്ന, അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദൈവമാണ് മതം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ആ ദൈവത്തിൻ്റെ സ്ഥാനം നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാം, നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാം എന്നാണ് അവർ പറയുക. അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ കണ്ടതാ ചരിത്രത്തിൽ. 2 ലോകമഹായുദ്ധങ്ങൾ നമ്മൾ കണ്ടു. അതിക്രൂരമായ നാസി ശൈലി നമ്മൾ കണ്ടു. കമ്മ്യൂണിസം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ മനുഷ്യൻ ദൈവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത് വഴിയായിട്ട് സംഭവിച്ച
സങ്കടകരമായിട്ടുള്ള ചരിത്ര അനുഭവങ്ങളാണ്. ഇങ്ങനെ രണ്ട് ചിന്താധാരകളുടെ ഇടയിൽ ദൈവത്തെ അങ്ങ് ദൂരെ മാറ്റി നിർത്തുന്ന യഹൂദ പാരമ്പര്യം, ദൈവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനമേറ്റെടുക്കുന്ന ആധുനിക ചരിത്രം, ഇതിനിടയിൽ ഈശോ അവതരിപ്പിക്കുന്ന ക്രിസ്തീയ പഠനം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈശോ നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ദൈവത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ്. ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്, ദൈവത്തെ പോലെ ആയിത്തീരുക. പക്ഷെ അത് ദൈവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവൻ്റെ സ്ഥാനത്ത് കയറിയിരുന്നുകൊണ്ടല്ല, നേരെ മറിച്ച് എൻ്റെ തന്നെ ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതുവഴി എന്നിലുണ്ടാകുന്ന ആ സ്ഥലത്തേക്ക് എൻ്റെ ദൈവത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സന്തോഷങ്ങളിലേക്ക്, എൻ്റെ ദുഃഖങ്ങളിലേക്ക്, എൻ്റെ ആകുലതകളിലേക്ക്, എൻ്റെ വിഷമങ്ങളിലേക്ക്, എൻ്റെ ദുരിതങ്ങളിലേക്ക്, എൻ്റെ പ്രത്യാശകളിലേക്ക് ദൈവത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന ദൈവത്തെ തൊടുന്നത് വഴിയായി നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരുകയാണ്. അവൻ്റെ സാദൃശ്യത്തിൽ, അവൻ്റെ ഛായയിൽ ആയിത്തീരുക. അതാണ് നമ്മുടെ വിളി. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ പോലെ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ഛായയിൽ, അവൻ്റെ സാദൃശ്യത്തിലായിത്തീരാൻ വേണ്ടിയിട്ടാണ്. അത് അവനില്ലായ്മ ചെയ്തുകൊണ്ടല്ല, നേരെ മറിച്ച് അവനെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ അവസ്ഥകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ ആ ദൈവത്വത്തിൽ ഒന്നായിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലുടനീളം ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുക. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.